WWE വീണ്ടും വിൻസിന്റെ കൈകളിലേക്ക്. WWE എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനി തുടങ്ങി വെച്ചിട്ടുള്ള അത് ഇത്രയും ലെവലിലേക്ക് എത്തിച്ചിട്ടുള്ള വിൻസ് മക്മാൻ എന്ന വ്യക്തി വീണ്ടും ഈ ഒരു കമ്പനി വാങ്ങാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ WWEയുടെ ഏറ്റവും കൂടുതൽ ഷെയറുകൾ ഉള്ളത് TKO ഗ്രൂപ്പിന്റെ കയ്യിലാണ്. അപ്പോൾ അവരിൽ നിന്നും സൗദി അറേബ്യയിലെ ഇൻവെസ്റ്റേഴ്സിന്റെ കൂടെ നിന്നുകൊണ്ടാണ് വിൻസ് മക്മാൻ ഇത് വാങ്ങാൻ വേണ്ടി നോക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും വലിയ ന്യൂസ്. വിൻസിനെതിരെയുള്ള ക്രിമിനൽ ലീഗൽ ചാർജസ് എല്ലാം തന്നെ ഇപ്പോൾ പോയിട്ടുണ്ട് എന്നുള്ളതും അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും WWEയിലേക്ക് തിരിച്ചു വരുന്നത് എന്നുള്ളതുമാണ് അറിയാൻ കഴിയുന്നത്. 2024 ജനുവരി മാസത്തിലായിരുന്നു ഒരു സിവിൽ ലോ സ്യൂട്ടിനെ തുടർന്ന് WWEയുടെ ചെയർമാൻ സ്ഥാനത്തു നിന്നും വിൻസ് മക്മാൻ രാജിവെച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ത്രിബിളച്ചായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിനുശേഷം WWE വലിയ ലെവലിലേക്കൊന്നും തന്നെ ഉയർന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു. മോശം സ്റ്റോറി ലൈനുകൾ മാത്രമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അദ്ദേഹം തിരിച്ചു വരുന്നതിലൂടെ പഴയ പ്രതാപകാലത്തിലുള്ള WWEയിലേക്ക് ഒരു തിരിച്ചുപോക്ക് തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വിൻസിന് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം തന്നെയായിരുന്നു WWEയിൽ പരസ്യങ്ങൾ കൊണ്ട് ആറാടുന്നത്. അതായത് റിംഗ് മാറ്റിലും ലാഡറിലും ടേബിളിലും ഇവിടെയെല്ലാം തന്നെ ഈ പരസ്യങ്ങൾ വെക്കുന്നത് വിൻസിന് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ വിൻസ് തിരിച്ചു വരുന്നതോടുകൂടി ഈ കാര്യങ്ങളെല്ലാം തന്നെ മാറ്റുമെന്നുള്ളതും കൂടി പ്രതീക്ഷിക്കുന്നുണ്ട്. വിൻസിന്റെ കയ്യിൽ TKOയുടെ 2 ബില്യൺ വില മതിക്കുന്ന ഷെയർ ഉണ്ടായിരുന്നു. അതുവരെ അദ്ദേഹം വിറ്റിട്ടാണ് തിരിച്ചു വരുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. സൗദി ഇൻവെസ്റ്റേഴ്സിന്റെ കൂടെയാണ് വാങ്ങുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ വെച്ചിട്ട് വലിയ വലിയ ഷോകളെല്ലാം തന്നെ നടക്കാനുള്ള ചാൻസുകളും നമ്മൾ കാണേണ്ടതാണ്. വിൻസ് തിരിച്ചു വരികയാണ് എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആരെയായിരിക്കും ഫയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്?